ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മധുരമുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഓണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ എന്തുകൊണ്ടോ സാധിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും 28 ഓണം വരുമല്ലേ, അപ്പോൾ നമുക്ക് അന്ന് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ബോളിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ബോളി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം, അതായത് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം കുതിരാൻ വയ്ക്കുക. കടലപ്പരിപ്പ് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുക്കണം. 1 കപ്പ് പഞ്ചസാരയും 2 ഏലക്കയും, ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ആ അല്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി മറ്റൊരു ബൗളിൽ 1 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നെയ്യ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയുടെയും ഏലക്കയുടെയും മിക്സ് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് പതിയെ മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വെക്കുക. നല്ലെണ്ണ ഒഴിച്ച് വെക്കുമ്പം മാവ് കട്ടിയാവാതെ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് കടക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കണം. അപ്പം 1 കപ്പ് കടലപ്പരിപ്പിന് 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 2 വിസിലാവുമ്പോഴത്തേനും ഏകദേശമൊക്കെ വെന്ത് കിട്ടും. പിന്നെ പരിപ്പിൻ്റെ വേവ് ഓരോ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷർ ഫുള്ള് പോയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വിസിലടിച്ചാൽ മതി. അപ്പോൾ 2 വിസിലിന് ശേഷം ഏകദേശം കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറ്റൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുമ്പം ഇത് നന്നായിട്ട് ലൂസാവും. അത് പിന്നെയും കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ടൈറ്റ് ആവുന്നിടം വരെയും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ ഏകദേശം എന്താണ്ട് ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ബോളി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദയുടെ മാവെടുത്തിട്ട് അത് നല്ല നൈസായിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് നൈസായിട്ട് ഒന്ന് പരത്തണം. റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും, പക്ഷെ കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ മതി, അതങ്ങ് സെറ്റായിക്കോളും. എന്നിട്ട് വലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കടലമാവിൻ്റെ ഉരുളയെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്തെടുക്കുമ്പം ആ എക്സസ് ഉള്ള മാവ് മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ പിച്ചി അങ്ങ് മാറ്റിയാൽ മതി. ഒരുപാട് കട്ടിയാവാതിരിക്കുന്നതായിരിക്കും ബോളിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിന് ഏറ്റവും നല്ലത്. മാവെല്ലാം ഞാൻ ഉരുളകളാക്കി മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മൾ അരിപ്പൊടിയിൽ ഒന്ന് മുക്കി ഇതൊന്ന് പരത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ പരത്തി അങ്ങ് എടുത്താൽ മതി. പിന്നെ സാധാരണ പോലെ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ ഒരു പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ചുട്ടെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല. ജസ്റ്റ് ചപ്പാത്തി ചുടുന്ന പോലെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഈ ബോളിക്ക് കോമ്പിനേഷനായിട്ട് ഞങ്ങൾ പാൽപ്പായസമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പാൽപ്പായസവും ബോളിയും നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.